ഇറാന്റെ എണ്ണ കയറ്റുമതിയുടെ പ്രധാന കേന്ദ്രമായ ഖാർഗ് ദ്വീപിൽ വൻ ആക്രമണം നടത്തിയെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. വലിയ തിരിച്ചടി നൽകുമെന്ന് ഇറാൻ പ്രതികരിച്ചു. ഹോർമുസ് കടലിടുക്ക് വഴിയുള്ള ചരക്ക് നീക്കം പൂർണ്ണമായും തടയുമെന്ന് IRGC അറിയിച്ചു. ഇന്ത്യയിലേക്കുള്ള 2 LPG ടാങ്കറുകൾ ഇറാൻ കടത്തിവിട്ടിരുന്നു. BK സുഹൈലാണ് വിവരങ്ങൾ നൽകാനുള്ളത്. സുഹൈല, നിലവിൽ യുദ്ധത്തിന്റെ ഒരവസ്ഥ എന്താണ്? പൂർണ്ണമായും ഡൊണാൾഡ് ട്രംപ് പറയുന്നത് വിശ്വസിക്കാൻ കഴിയുന്ന അവസ്ഥയിലാണ്? നൗഫൽ, ഇറാന്റെ ഹൃദയം എന്ന് വിശേഷിപ്പിക്കാവുന്ന അവരുടെ സാമ്പത്തിക അടിത്തറയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രമാണ് ഖാർഗ് ദ്വീപ് എന്ന് പറയുന്നത്. ഇറാന്റെ എണ്ണ കയറ്റുമതിയുടെ 90% ഈ ദ്വീപിൽ നിന്നാണ് എന്ന് പറയുമ്പോൾ മനസ്സിലാവും അതിന്റെ പ്രാധാന്യം എത്രത്തോളമാണ് എന്ന്. അവിടെയാണ് ഇപ്പോൾ അമേരിക്ക അറ്റാക്ക് നടത്തിയിട്ടുള്ളത്. അവിടെ ആക്രമണം നടന്നു എന്നുള്ള കാര്യം ഇപ്പോൾ ഇറാനും സ്ഥിരീകരിക്കുന്നുണ്ട്. അവിടെയാണ് എണ്ണപ്പാടങ്ങൾ കാര്യമായും ഉള്ള പ്രധാനപ്പെട്ട ഒരു ഏരിയ എന്ന് പറയുന്നത്. ആകെ 8 കിലോമീറ്ററോളം നീളം മാത്രമേ ഇതിനുള്ളൂ എങ്കിലും ലോകത്തിലേക്ക് കയറ്റുമതി ചെയ്യുന്ന ഓരോ ദിവസവും മില്യൺ കണക്കിന് ബാരൽ എണ്ണ കയറ്റുമതി ചെയ്യുന്ന ഇടമാണിത്. ഇവിടെ ആക്രമണം നടത്തിയിരിക്കുകയാണ്. ഇത് അമേരിക്കയുടെ ഒരു പ്ലാൻ എന്ന് പറയുന്നത് ഹോർമുസ് കടലിടുക്കിൽ ഇറാൻ നടത്തുന്ന ഉപരോധം അത് പൂർണ്ണമായും പിൻവലിപ്പിക്കാൻ ഇറാനുമേൽ സമ്മർദ്ദപ്പെടുത്തുക എന്നുള്ളതാണ് അമേരിക്കയുടെ ഒരു പദ്ധതി. അതിൽ നിന്ന് ഇറാൻ പിന്മാറുന്നില്ല എങ്കിൽ, IRGC പിന്മാറുന്നില്ല എങ്കിൽ ഈ ഖാർഗ് ദ്വീപ് ആകെ തകർക്കുക, അവരുടെ എണ്ണപ്പാടങ്ങൾ തകർക്കുക എന്നുള്ളതാണ് ലക്ഷ്യം വെക്കുന്നത്. പക്ഷേ ഇറാൻ അതിന് മറുപടി നൽകുന്നത് ഖാർഗിനെ ആക്രമിച്ചു കഴിഞ്ഞാൽ ഈ മേഖലയിൽ ആകെയുള്ള US-ന്റെ ഓയിൽ കേന്ദ്രങ്ങൾക്ക് നേരെ, എണ്ണ കേന്ദ്രങ്ങൾക്ക് നേരെ ഞങ്ങൾ ആക്രമണം നടത്തും, അത് വലിയൊരു പൊട്ടിത്തെറിയായിരിക്കും എന്ന് ഇറാൻ പറയുകയാണ്. ഏതായിരുന്നാലും ഹോർമുസ് കടലിടുക്ക് വഴി ഇന്നലെ ഇന്ത്യയുടെ 2 ടാങ്കറുകൾ കടത്തിവിട്ടിരുന്നു. അതേപോലെ തന്നെ മറ്റൊരു ആശയം ഇറാൻ മുന്നോട്ട് വെക്കുന്നത് ചൈനീസ് യുവാനിൽ വ്യാപാരം നടത്തുന്ന കപ്പലുകളെയും കടത്തിവിടുമെന്നുള്ളതാണ്. അപ്പോൾ അമേരിക്കക്ക് വലിയ തിരിച്ചടിയാവുകയും അമേരിക്കയുടെ കൂടെ നിൽക്കുന്ന ആളുകൾക്ക് വലിയ പ്രതിസന്ധിയാവുകയും ചെയ്യുമ്പോൾ അതിനെ മറികടക്കാനാണ് ട്രംപ് ശ്രമിക്കുന്നത്. ഇപ്പോൾ ട്രംപിന്റെ ട്രൂത്ത് സോഷ്യലിൽ വന്ന പോസ്റ്റ് തന്നെ പറയുന്നത് മിഡിൽ ഈസ്റ്റിൽ അമേരിക്ക നടത്തിയിട്ടുള്ള ബോംബിങ്ങിൽ ഏറ്റവും മാരകമായ ബോംബാണ് ഇപ്പോൾ ഇവിടെ ഇട്ടിട്ടുള്ളത്, ഖാർഗ് ദ്വീപിൽ ഇട്ടിട്ടുള്ളത് എന്നാണ് ട്രംപ് പറയുന്നത്. അപ്പോൾ അത്രയും ഭീകരമായിട്ടുള്ള ഒരു ബോംബിംഗ് അവിടെ നടത്തുന്നു. കൂടുതൽ കർക്കശമായിട്ടുള്ള നിലപാടുകളിലേക്ക് ഇറാനും പോവുകയാണെങ്കിൽ ഈ മേഖലയെ ആകെ അത് വലിയ പ്രതിസന്ധിയിലാക്കും. ഹോർമുസിലെ ചരക്ക് നീക്കം ഇപ്പോഴും സുഗമമാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇറാൻ അവിടെ കടുത്ത പ്രതിരോധം തീർക്കുകയാണ്. മറുഭാഗത്ത് അമേരിക്കയുടെ ആക്രമണം തുടരുകയും ചെയ്തു. BK സുഹൈലാണ് വിവരങ്ങൾ നൽകിയത്.